അടുത്ത സ്ഥലത്തേക്ക് മീൻ പിടിക്കാനായിട്ട് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയായിട്ട്. രാവിലത്തെ ഫുഡ് ഞങ്ങൾ 7 മണിക്ക് കഴിക്കും. രാവിലെ കഴിക്കാനായിട്ട് കഞ്ഞിയും അതുപോലെ മീൻ ചുക്കയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വലയിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ പാരുമീൻ കിട്ടിയിരുന്നു. പാരുമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറ്റ ഇഷ്ടം പോലെ ഒന്നുമില്ല, ഒരു 3-4 എണ്ണം അടുപ്പിച്ച് ഈ ഒരു സൈസുള്ള മീൻ കയറിയിരുന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ബോട്ടിനകത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അണ്ണന്മാർ ഫിഷ് ബിരിയാണി വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതേ നാഗരാജണ്ണന് ഒറ്റ മീൻ വെട്ടി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ രമേശണ്ണനെയും കൊണ്ട് വെട്ടിച്ച് നല്ല ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന വേണ്ടി കാണണം. അതിനുശേഷം അതിനകത്തേക്ക് ചിക്കൻ മസാല, ചിക്കൻ 65ൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. ആ മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ മസാലകളൊന്നും വേണ്ട. അതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത് നല്ല എണ്ണയിൽ വറുത്ത് പൊരിച്ചെടുക്കണേണ് ഈ കാണണേട്ടാ. ശരിക്കും ഈ പാറയുടെ മുകളിലുള്ള മീനുകൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. വറ്റക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതേ കടലൊക്കെ നല്ല നീലക്കടലാണ്. ചുറ്റൊന്നും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. നമ്മുടെ കൂട്ടുബോട്ട് ഒരു നോട്ടിക്കൽ മൈലപ്പുറം ഓടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് മീൻ വറുത്തത് നമ്മൾ വറുത്തെടുത്തിട്ട അധികം ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യില്ല, ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കോളുണ്ട്. അങ്ങനെ ബിരിയാണിക്ക് വേണ്ട തക്കാളിയും അതുപോലെ സവാളയും പച്ചമുളകും എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇത് നമ്മുടെ ഫിഷിംഗ് ബോട്ടാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസും പിന്നെ വൃത്തിയുടെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വെക്കണ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണന്മാർ വെക്കണ ബിരിയാണിയാണ്. അപ്പോൾ അത് ആ ഒരു സെൻസിൽ എടുക്കണം. അല്ലാതെ നമ്മുടെ ആ ഒരു ഹോട്ടലിൽ കിട്ടുന്ന ബിരിയാണിയുടെ ആ ഒരു ഫിനിഷിങ്, ആ ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടിയെന്ന് വരില്ല. ബിരിയാണി വെക്കണമായിട്ട് നല്ല രസമാണ്. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അതേ സവാളയും അതുപോലെ കറുകപ്പട്ട അങ്ങനത്തെ കുറച്ച് മസാലക്കൂട്ടങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കിടന്ന് നല്ല ഉറക്കമുണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിനകത്ത് മിക്സിയൊക്കെ ഉണ്ട് കേട്ടോ. മിക്സിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം അടിച്ചത്, തക്കാളി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ബിരിയാണി മസാല എന്ന് പറയുന്ന ഒരു പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റ് കൂടുതലും ഈ ബോട്ടിനകത്ത് പാക്കറ്റ് മസാല ഉണ്ടാവും യൂസ് ചെയ്യണം. അപ്പോൾ ബിരിയാണി മസാല എന്ന് പറയുന്ന പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത്. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. പുള്ളി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മാണ്. അതാണ് അതേ വറുത്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ മീനെല്ലാം ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അതായത് ഒരു 3-4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് നമ്മുടെ അരിസി ഇട്ട് കൊടുക്കട്ടെ. അരിസി എന്ന് ഒരു തമിഴിൽ പറയുന്നതാണ് നമ്മുടെ ബിരിയാണി അരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഒരു ഗ്രേവി നല്ല ചുമന്ന കളറിലായിട്ടുണ്ട്. ഇതൊന്ന് തിളവന്നം. അപ്പോൾ അതേ സ്രാങ്ക് ഇവിടെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നേലും പ്രായം കുറവുണ്ട്. 50 നോട്ടിക്കിലോളമൊക്കെ ഒരു ദിവസം നമ്മുടെ ബോട്ട് എന്തായാലും ഓടോട്ടെ. കാരണം ഈ മീനിൻ്റെ ലഭ്യത മാറി മാറി ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബോട്ട് കുറഞ്ഞത് ഒരു 50-40 നോട്ടിക്കിലൊക്കെ എന്തായാലും ഓടും. അപ്പോൾ അത് ഇവിടെ നല്ല തിള വന്നപ്പോഴേക്കും അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാണ് നമ്മുടെ ബിരിയാണി അരി ഇട്ട് കൊടുക്കേണ്ട. ഇനി നന്നായിട്ട് ഇത് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി കറക്റ്റാവും. അപ്പോൾ ആ വെള്ളവും ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അരി വെന്ത് പോട്ടെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ നാഗരാജിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒഴുക്കുവല ബോട്ടുകൾ ചെറിയ സ്പീഡിലേ പോകുള്ളൂ. 6 നോട്ടിക്കൽ മൈൽ സ്പീഡൊക്കെ വെച്ചേ പോകട്ടെ മാക്സിമം. അപ്പോൾ അതേ നമ്മുടെ അരി ഇവിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അണ്ണന്മാരുടെ മെയിൻ സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്നറിയാല്ല. അതായത് നമ്മുടെ ഈ ഒരു മല്ലിയിലേക്കിട്ട് പിന്നെ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി നമ്മുടെ പാത്രം അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലയിൽ കിട്ടിയ താവുവാര എന്ന് പറയും. ആഴക്കടലിൽ കാണുന്ന പുന്നാര മീനാണ്. അതിനകത്ത് മഞ്ഞപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് ഉണക്കാനായിട്ടൊക്കെയാണ്. ബോട്ടിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ, നല്ല വെയിലാണ്. ട്രോളിങ് നിരോധനമൊക്കെ തുടങ്ങിയാണല്ലോ. അപ്പോൾ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഉപ്പ് കറുവാട് എന്നാണ് ഇവർ പറയണത്. അതായത് നമ്മുടെ ഈ ഉണക്കമീനാണ് പറയണത്. താവുപാര മാത്രമല്ല ഓലക്കൊടീൻ്റെ ചെറുതും പിന്നെ ഈ പന്നിക്കോലാൻ്റെ ചെറുതൊക്കെ ഇവിടെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ അത് ഇവിടെ നല്ല ഡിസൈനിൽ ഓരോ ടീമുകളും ഓരോ സെറ്റായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് ഉണക്കാൻ വെച്ചത്. അപ്പോൾ അതെ നമ്മുടെ ബിരിയാണി വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക തമിഴ് ബിരിയാണികളിലും ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതായത് അവരുടെ ആ ഒരു മസാലക്കൂട്ടിൻ്റെ ഒപ്പം ഒരു വെള്ളക്കളറുള്ള സംഭവം ഉണ്ടാകും. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഇതിനകത്തും വന്നിട്ടുണ്ട് ആ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതായത് നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരെ കഴിച്ചു നോക്കട്ടെ. கட் பண்ணு
இல்ல இல்ல ராமநாதபுரம் மாவட்டம் தான் பெரிய மாவட்டம். மதுரை இருக்கு, மதுரை தெக்க பூரா எங்க பேர் தான்.